ആദിത്യവർമ്മ പൂർണ്ണമായും നോർമൽ സ്റ്റേജിലേക്ക് വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു ഒരാഴ്ച കൂടി ഇവിടെ കിടക്കേണ്ടി വരും. ഇനി വീട്ടിൽ പോയി റെസ്റ്റ് എടുത്താൽ പോരെ? അത് വേണ്ട, ഇവിടെ ആകുമ്പോൾ കംപ്ലീറ്റ് ആയി ഒബ്സർവ് ചെയ്യാൻ പറ്റും. ആ ആദിത്യ, ഒന്ന് പുറത്തിരിക്കും. ഓക്കെ ഡോക്ടർ. ഇതിപ്പോ രണ്ടാം തവണയാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ആദിത്യ കൊണ്ട് എത്രയും പെട്ടെന്ന് മറ്റൊരു വിവാഹം കഴിപ്പിക്കണം. സ്നേഹിച്ചവരെല്ലാം നഷ്ടപ്പെടുന്നതാണ് ആദിത്യയുടെ പ്രശ്നം. ഇനിയും ഇത് ആവർത്തിക്കാൻ പാടില്ല. അതല്ല, ഒരിക്കൽ കൂടി ഇങ്ങനെ വല്ല സംഭവം ഉണ്ടായാൽ പിന്നെ ഒരിക്കലും ആദിത്യ ജീവിതത്തിലേക്ക് മടങ്ങി വരില്ല. വളരെ ശ്രദ്ധിക്കണം. ഇന്നലെ രാത്രി ഞാൻ 40 അക്ക അടിച്ചു മാറ്റിയിട്ടുണ്ട്. ഓ ദേ രാജ് സാറേ, ദേ സൂരജ് മുതലാളി വരുന്നു. മുതലാളി വല്ല പെണ്ണ് കേസ് വരുമ്പോൾ മാത്രമേ അങ്ങർക്ക് എന്നെ ഓർമ്മ വരികയുള്ളൂ. ആ എന്തൊക്കെയുണ്ട് രാജാ? സർ, നമ്മുടെ ആദിത്യവർമ്മ നോക്കിയിരുന്ന സൈറ്റിലൊന്നും ജോലി നടക്കുന്നില്ലെന്ന് കേട്ടു. ആ, ഭാര്യ മരിച്ചതിൽ പിന്നെ ആള് കുറച്ച് ദിവസം സുഖമില്ലാതെ ഹോസ്പിറ്റലിലായിരുന്നു. പാവം. ആശുപത്രിയിലല്ല, ഭ്രാന്താശുപത്രിയിലാ. ഛേ, അങ്ങനെയൊന്നും പറയരുത്. അസുഖം മാറി കഴിഞ്ഞ ദിവസം ഡിസ്ചാർജ് ആയിട്ടുണ്ട്. ഇന്ന് സൈറ്റിൽ അറ്റൻഡ് ചെയ്യുന്ന പറഞ്ഞത്. ഭ്രാന്ത് മാറി വരുമ്പോഴേ പഴയതുപോലെ സ്മാർട്ട് ആകണമെന്നില്ല. ഏത് നമ്മുടെ കമ്പനിയിലെ 100-ലധികം എഞ്ചിനീയർമാരിൽ ഏറ്റവും ബുദ്ധിയും കഴിവുമുള്ള എഞ്ചിനീയർ ആദിത്യവർമ്മ തന്നെയാണ്. അപ്പോ 15 വർഷം പരിചയമുള്ള എന്നേക്കാൾ ബെറ്റർ ആണ് 1 വർഷം പരിചയമുള്ള ആദിത്യവർമ്മ. അതിലെന്താ സംശയം? അയാളെ ഏൽപ്പിച്ച എല്ലാ സൈറ്റും എനിക്ക് വൻ ലാഭമാണ്. മാത്രമല്ല യാതൊരു കംപ്ലൈന്റും ആരിൽ നിന്നുമില്ല. ഓ അങ്ങനെ. ആ ഹലോ. സാറേ, സുഖമായോ? ഇന്നലെ ഹോസ്പിറ്റലിൽ നിന്ന് വന്നു. ആ, വർമ്മയ്ക്ക് പൂർണ്ണമായും സുഖമായോ? ഓ സുഖമായി സാർ. എങ്കിൽ നമുക്ക് നിർത്തിവെച്ച സൈറ്റിലെ ജോലികളെല്ലാം നാളെ മുതൽ ആരംഭിച്ചാലോ? ഓ ഞാനെപ്പോഴേ റെഡി. പാളയത്തിനടുത്തുള്ള നമ്മുടെ 25 നിലയുടെ ഫ്ലാറ്റിന്റെ ജോലി ഞാൻ നിങ്ങളെ ഒറ്റയ്ക്ക് ഏൽപ്പിക്കുകയാണ്. എന്താ? ഓക്കെ സാർ. പിന്നെ ആവശ്യത്തിൽ കൂടുതൽ ജോലി ഇപ്പോഴേ നിങ്ങൾ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും എക്സ്ട്രാ അലവൻസ് വേണമെങ്കിൽ ചോദിച്ചാൽ മതി. അത് എത്രയായാലും ഞാൻ തന്നിരിക്കും. പോരെ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല സാർ. ഇപ്പോൾ കിട്ടുന്ന ശമ്പളത്തിലെ ഞാൻ വളരെ ഹാപ്പിയാണ്. താങ്കൾ ശരിക്കും എൻ്റെ ഒരു അസറ്റാണല്ലോ. ആ ഇരിക്ക്. ആ എന്താ അങ്കിളെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞേ? എടാ, നിന്നോട് എനിക്ക് പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുണ്ട്. ആ ഇതാണ് ഐശ്വര്യ. അടുത്ത ഞായറാഴ്ച നമുക്ക് ഇവളെ പെണ്ണ് കാണാൻ പോണം. അന്വേഷിച്ചപ്പോൾ നല്ലൊരു സ്വഭാവമുള്ള കുട്ടിയാന്ന് അറിഞ്ഞത്. മാത്രമല്ല, നിന്റെ ഒരു രണ്ടാം വിവാഹം എന്നുള്ള കാര്യം അവരുടെ വീട്ടുകാർക്ക് പ്രശ്നമല്ല. രേഖ മരിച്ച് അവളുടെ ചിത കത്തി തീരുമ്പോഴേക്കും മറ്റൊരു വിവാഹം. നോ, എനിക്കിതിൽ താല്പര്യമില്ല. നോക്ക്, ആശുപത്രിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ എത്രയും പെട്ടെന്ന് നിന്റെ വിവാഹം നടത്തണമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചിരുന്നു. എങ്കിലും നീ റിലാക്സ്ഡ് ആവൂ. എനിക്കിനി വിവാഹമൊന്നും വേണ്ട. അല്പം കൂടി പ്രായമായി വരുമ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഒരു ഭാര്യ അത്യാവശ്യമായിട്ട് വരും. ശരി, ഏതായാലും അവരോട് എൻ്റെ ഹോസ്പിറ്റൽ ബാക്ക്ഗ്രൗണ്ട് കൂടി ഒന്ന് പറഞ്ഞു. അത് പിന്നെ അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് സൺഡേ. ഓക്കെ ഓക്കെ. പുകവലിയും മദ്യപാനവും ഒന്നുമില്ലാത്ത ഒരു മരുമകനെയാണ് എനിക്ക് വേണ്ടത്. തീർച്ചയായും. ആദ്യത്തിന് ചെറുപ്പം മുതൽ ഈ വക ദുശീലങ്ങളൊന്നുമില്ല. ഞാൻ ഇവരുടെ ജാതകം നോക്കിയിരുന്നു. 10ൽ 9 പൊരുത്തമുണ്ടത്രേ. ഇരുവർക്കും ഇഷ്ടമാണെങ്കിൽ നിശ്ചയമൊന്നും വേണമെന്നില്ല. അടുത്ത മാസം നല്ല മുഹൂർത്തം ഉണ്ടെന്നാ പണിക്കർ പറയുന്നത്. തീർച്ചയായും എത്രയും പെട്ടെന്നുള്ളൊരു വിവാഹമാണ് ഞാനും ആഗ്രഹിക്കുന്നത്. സ്ത്രീധനക്കാര്യം വല്ലതുണ്ടെങ്കിൽ ആദ്യമേ ഒരു വ്യവസ്ഥയാക്കണം. പിന്നീട് ഒരു പ്രശ്നമായിട്ട് വരരുതല്ലോ. അച്ഛാ, സ്ത്രീ തന്നെ ഒരു ധനമാണ് എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. പിന്നെ വേറൊരു സ്ത്രീധനത്തിന്റെ ആവശ്യമില്ലല്ലോ. ഇന്നലെ 100 ചാക്ക് കടത്തിയില്ലേ? അത് ഇവിടുത്തെ കണക്കിൽ അതെ അതെ. ഹലോ, അടുത്ത ആഴ്ച എന്റെ കല്യാണമാണ്. അപ്പൊ എല്ലാവരും കുടുംബസമേതം വരണം. അവന്റെ ഒരു പുഴുങ്ങിയ ചിരി. ഇവനിട്ടൊരു പാര പണിയാൻ എന്താണ് വഴി? ഈ കല്യാണക്കത്തിലേ അവന്റെ ഭാര്യ വീട്ടുകാരുടെ ഫോൺ നമ്പർ ഉണ്ട്. അത് വെച്ച് നമുക്കൊരു കളി കളിച്ചാലോ? അത് ഐഡിയ അല്ലേ? ഒരു ഭ്രാന്തന് തന്റെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ ആരെങ്കിലും തയ്യാറാവോ? എന്തു പറയുന്നു? അതെ അതെ, ഗുഡ് ഐഡിയടാ.
ഇത് കോളാക്കിയിട്ട് തന്നെ വേറെ കാര്യം. അത് ഇപ്പൊ തന്നെ വിളിച്ചു പറയാം. അത് തന്നെ. എങ്കിൽ വിളി സാറേ, ദാ ഇപ്പൊ തന്നെ വിളി. ഹലോ, ഹലോ. ഐശ്വര്യയുടെ അച്ഛനല്ലേ? അതെ. വിവാഹകാര്യമൊക്കെ അറിഞ്ഞു. എന്നാലും നിങ്ങൾ ഇത്രയും ശ്രദ്ധയില്ലാതെ മകളുടെ വിവാഹം ഉറപ്പിച്ചത് ശരിയായില്ല. ഒരിക്കലുമില്ല. ഞാൻ ആദിത്യവർമ്മയെക്കുറിച്ച് മുഴുവനായും അന്വേഷിച്ചു. അയാൾക്ക് പോവലിയും മദ്യപാനവും ഒന്നുമില്ല. പഠിക്കുന്ന കാലത്തെ ഫസ്റ്റ് റാങ്ക് ഹോൾഡറാണെന്നും മനസ്സിലായി. പിന്നെ കേരളത്തിലെ തന്നെ പ്രശസ്തമായ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ഒരു എഞ്ചിനീയറുമാണ്. പിന്നെന്ത് വേണം? അവൻ 2 തവണ ഭ്രാന്താശുപത്രിയിൽ കിടന്നിട്ടുണ്ട്. അതെന്താ നിങ്ങളുടെ അന്വേഷണത്തിൽ തെളിയാഞ്ഞത്? എന്ത്? ആദിത്യവർമ്മ ഭ്രാന്താശുപത്രിയിലായിരുന്നു? ആ വട്ടനെ വിവാഹം കഴിച്ചാൽ നിങ്ങളുടെ മകളുടെ ജീവിതം കോഞ്ഞാട്ടയാകുമേ. നോ, ഞാനത് വിശ്വസിക്കില്ല. എന്നാൽ മെന്റൽ ഹോസ്പിറ്റലിൽ പോയി നേരെ അന്വേഷിക്ക്, എന്നിട്ട് വിശ്വസിച്ചാൽ മതി. ഓ, ഈ കല്യാണം ഒന്ന് മുടങ്ങി കിട്ടിയ ആ വർമ്മക്ക് വീണ്ടും വട്ടാവും. അവന്റെ എല്ലാ വർക്ക്സൈറ്റും പിന്നെ മുതലാളി സാറിനെ ഏൽപ്പിക്കും. അങ്ങനെ മെറ്റീരിയൽ സ്വീറ്റ് നമുക്ക് കോടീശ്വരന്മാരാകാം. ആദിത്യ, എന്നാലും നീ എന്നോടും എന്റെ മകളോടും ഈ ചതി ചെയ്യരുതായിരുന്നു. ചതിയോ? എന്ത് ചതി? നീ ഒരു ഭ്രാന്തനാണ് സത്യം എന്നോട് മറച്ചു പിടിച്ചില്ലേ? ഭ്രാന്തോ? എനിക്കോ? 2 തവണ നിന്നെ ഭ്രാന്താശുപത്രിയിലാക്കിയതിന്റെ രേഖ എന്റെ കയ്യിലുണ്ട്. 2 ദിവസമാണ് എന്നെ അഡ്മിറ്റ് ചെയ്ത്. ഈ വിഷയം മാമൻ പറഞ്ഞിരുന്നില്ലേ? ഓഹോ, അത് ശരി. 2 പേരും കൂടി ചേർന്ന് എന്റെ മുന്നിൽ ഒരു നാടകം കളിക്കുകയായിരുന്നു അല്ലേ? ഏതായാലും വിവാഹം നടക്കുന്നതിന് മുൻപ് ഒരു സത്യം അറിഞ്ഞതുകൊണ്ട് ഒരു വലിയ ദുരന്തം ഒഴിവായി. അങ്കിൾ വിചാരിക്കുന്ന പോലെ പ്രശ്നങ്ങളൊന്നും ഇല്ല. 2 കൊലപാതകങ്ങൾ നേരിൽ കണ്ടപ്പോൾ ഉണ്ടായ ഒരു ഷോക്കിൽ എനിക്ക് ഈ വിവാഹം നടക്കില്ല. ഒരു ഭ്രാന്തനെ മരുമകനായി സ്വീകരിക്കാൻ എനിക്ക് വയ്യ. പക്ഷേ നമ്മൾ വിവാഹത്തിനായി ഇത്രയൊക്കെ ഒരുക്കിയ നിലയ്ക്ക് ക്ഷണിച്ച ആളുകളോട് എന്തു പറയും? മരുമകൻ ഭ്രാന്തനാണെന്ന സത്യം മനസ്സിലായതിനാൽ ഈ വിവാഹം വേണ്ടെന്ന് വെച്ചു എന്ന് ഞാൻ പറയാം. അങ്കിൾ പ്ലീസ്, വിവാഹം വേണ്ടെങ്കിൽ വേണ്ട. ഈ ഭ്രാന്തിന്റെ കാര്യം ദയവ് ചെയ്ത് അങ്കിൾ ആരോടും പറയരുത്. അത് വളരെ മോശമാണ്. സത്യം പറഞ്ഞാൽ ഈ കാര്യം ആർക്കും അറിയില്ല. പ്ലീസ്. അറിഞ്ഞോ സാറേ, ആദിത്യന്റെ വിവാഹം മുടങ്ങി. മരുമകന് വട്ടാണെന്ന് അവളുടെ അച്ഛൻ നാട് മുഴുവൻ പറഞ്ഞു നടക്കുന്നുണ്ട്. അങ്ങനെ ആദിത്യവർമ്മ മൊത്തമായി അങ്ങ് നാറി. ഇതറിഞ്ഞിട്ട് ആദിത്യ ഓർമ്മിക്കുന്നത് വട്ടായോ? ഏയ്, ഇതുവരെ വട്ടായിട്ടില്ല. പക്ഷേ ഇനി അവൻ നമ്മളുടെ സൈറ്റ് വരുമ്പോ നമുക്ക് അവനെ പരമാവധി കളിയാക്കാം. അത് കേട്ട് കേട്ട് അവന് വീണ്ടും വട്ടാവണം. തീർച്ചയായും ഈ വിഷയത്തിൽ നീ എന്റെ കൂടെ നിൽക്കണം. ഓക്കെ? ഡബിൾ ഓക്കെ. ഹലോ, അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതാ എനിക്ക് ഭ്രാന്താണെന്ന് വിളിച്ചു പോയി നടക്കരുതെന്ന്. എന്നിട്ട് നിങ്ങൾ ലോകം മുഴുവൻ അതും പറഞ്ഞു നടക്കുകയാണല്ലേ? ഞാൻ ഇനിയും പറയും, നീ ഭ്രാന്തനാണ്, ഭ്രാന്തനാണ്, ഭ്രാന്തനാണ്. അയ്യോ അച്ഛാ, നിന്റെ തമ്മാടിത്തം ഞാൻ ഇന്നത്തോടെ അവസാനിപ്പിക്കും. പോലീസുകാരെ കൊണ്ട് നിന്നെ ഞാൻ ഇഞ്ചിഞ്ചായി ശരിയാക്കടാ. ഒരിക്കൽ കൂടി നീ എന്നെ ഇങ്ങോട്ട് വരുത്തിച്ചാലുണ്ടല്ലോ, ഞാൻ തീർക്കും. എന്നേക്കുമായി തന്നെ ഞാൻ തീർക്കും. എടാ, നിനക്കെന്നെ അറിയില്ല. ഞാൻ ജസ്റ്റിസ് കൃഷ്ണവർമ്മയുടെ മകനാ, കിഴക്കേമഠം തറവാട്ടിലെ അംഗം. അച്ഛൻ ആനക്കാരനാണെന്ന് കരുതി മകന്റെ മുതുകത്ത് തഴമ്പുണ്ടാവില്ല. സംസ്കാരം, തറവാടിത്തം, that should be coming from the blood, that should be coming from the heart. അത് രക്തത്തിൽ നിന്ന് അലിഞ്ഞിരിക്കേണ്ടതാണ്. അത് ഹൃദയത്തിൽ നിന്ന് ഉത്ഭവിക്കേണ്ടതാണ്. അതല്ലാതെ ജാട കളിച്ചും അഹങ്കാരം കാണിച്ചും നാക്കുകൊണ്ട് കോമിട്ട് പൊരിച്ച് നേടിയെടുക്കേണ്ടതല്ല. ചാരത്തിലൂതിയ തീ കത്തൂല. വിഷത്തെ അമൃതെന്ന് പേരിട്ട് വിളിച്ചാൽ വിഷാമൃതാകൂല. നടക്കാൻ പല വഴി, നശിക്കാൻ 100 വഴി, നേടാൻ ഒരു വഴി. അതാണ് ആദിത്യവർമ്മയുടെ വഴി. ആദിത്യവർമ്മ തടയുന്നൊന്നും ആർക്ക് നൽകാനാവില്ല. ആദിത്യവർമ്മ നൽകുന്നൊന്നും ആർക്ക് തടയാനും ആവില്ല. ഉഡായിപ്പ് കളിക്കല്ലേ, പണിപ്പാളും. കീപ് ഇൻ മൈൻഡ്. ഹേ മിസ്റ്റർ, ദിസ് ഈസ് ടു മച്ച്. നോക്ക്, അനാവശ്യമായിട്ടാണ് നിന്റെ അച്ഛൻ ഈ കല്യാണം മുടക്കിയത്. എനിക്ക് ഭ്രാന്തില്ല. എന്നെ ചികിത്സിച്ച ഹോസ്പിറ്റലിൽ നീ നേരെ പോയി അന്വേഷിക്കേ. നാഷണൽ മെറിറ്റ് സ്കോളർഷിപ്പോടെയാണ് ഞാൻ പഠിച്ചത്. കേരളത്തിലെ നമ്പർ 1 കമ്പനിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഒരു ഭ്രാന്തന് ആരെങ്കിലും ഇത്രയും നല്ല ജോലി കൊടുക്കുമോ? പക്ഷേ
വിവാഹം മുടങ്ങിയതിന്റെ കാരണം ആളുകൾ എന്നോട് ചോദിക്കുന്നുണ്ട്. അവരോട് നിനക്കാണ് ഭ്രാന്തെന്ന് ഞാൻ പറഞ്ഞാൽ ജീവിതകാലം മുഴുവൻ നിന്റെ കല്യാണം നടക്കില്ല, അറിയോ? പക്ഷെ ഞാനത് ചെയ്യില്ല. നീ നേരെ പോയി ആ ഹോസ്പിറ്റലിൽ പോയി അന്വേഷിക്കേ, എന്നിട്ട് തീരുമാനിക്കേ.